ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് കടന്നു വരുന്നത് എന്ന് നമ്മൾക്കാർക്കും നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ജലത്താലും ആത്മാവിനാലും ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജലത്താലും ആത്മാവിനാലും ഒരുവൻ ജനിക്കണം. അവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾക്കറിയാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യക്കാരുടെ ലേഖനം 5-ാം അധ്യായം 19-ാം തിരുവചനം മുതൽ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും തിരുവചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഞാൻ നിങ്ങളോട് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. കാരണം കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് അത് വീശുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നിങ്ങൾ അറിയുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, ആത്മാവിൻ്റെ പ്രവർത്തനം ഇപ്രകാരമാണ്. എനിക്ക് പരിചയമുള്ള 2 സുഹൃത്തുക്കൾ. അവർ ലോകത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലായിരുന്നപ്പോഴും അവർ സുഹൃത്തുക്കളാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ മുഴുകി ജീവിച്ചപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. അവരുടെ ജീവിത പങ്കാളിയൊക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സാഹചര്യത്തിൽ ഒരു സുഹൃത്ത് പോയി ധ്യാനം കൂടി. ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടു. ജഡവ്യാപാരങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം പിന്മാറി. എന്നാൽ മറ്റേ സുഹൃത്ത് ധ്യാനം കൂടുവാനൊന്നും പോയില്ല. സാധാരണ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ വ്യക്തിയുടെ മേലും ആത്മാവിൻ്റെ പ്രവാഹം സമൃദ്ധമായി ഉണ്ടായി. അദ്ദേഹം ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി. അവർ രണ്ടുപേരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറി ആത്മാവിൻ്റെ വ്യാപാരങ്ങളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് ആരിലേക്ക് എപ്പോഴാണ് വരുന്നതെന്ന്, ഏത് സാഹചര്യത്തിലാണ് എന്നൊന്നും മനുഷ്യന് വിധിക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പല വ്യക്തികളെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു മദ്യപാനത്തിലും സമൂഹത്തിന് ദ്രോഹം ചെയ്തും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു കുടുംബങ്ങൾ തകർത്തുമൊക്കെ ജീവിക്കുന്ന അനേക വ്യക്തികളുണ്ട്. എന്നാൽ അവരൊക്കെ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ അവരുടെ സ്വഭാവത്തിന് വളരെയേറെ മാറ്റം സംഭവിച്ച് പുതിയ വ്യക്തി എന്ന നിലയിൽ അവർ ജീവിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധമാവ് അവർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിനായി നമുക്ക് ദാഹിക്കാം. അവൻ വരുമ്പോൾ നമ്മളെ വിശുദ്ധീകരിക്കും. പാവത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ നമ്മളെ ബോധ്യപ്പെടുത്തും. അങ്ങനെ വിശുദ്ധി ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാവത്തിലായിരിക്കുന്ന സകലരെയും നിരപ്പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ആ മക്കളുടെ മേൽ നീ കരുണ തോന്നി അവരെ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിൽ നയിച്ച് അവർ കുടുംബത്തിനും അതുപോലെ തന്നെ അവരുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും എല്ലാം അനുഗ്രഹമായി തീരുവാൻ
നാഥ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.